ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഇവന്മാരെ കണ്ടോ? ആരാണ് ഇവന്മാര്? ഇവരാണ് ഡൈനസോഴ്സ്. അതെന്നേ, ഇന്ന് നമുക്ക് ഡൈനസോഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ? പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വലിയ ജീവികളാണ് ഡൈനസോഴ്സ്. അന്ന് പല തരത്തിലുള്ള ഡൈനസോറുകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് അവന്മാരെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് ടൈറനോസാറസ് റെക്സ് എന്ന് പറയുന്ന ഡൈനസോറിനെ പറ്റി കേട്ടാലോ? ഇവരെ നമുക്ക് ടീറക്സ് എന്ന് വിളിക്കാം. നിങ്ങൾ കണ്ടോ? ഇവനാണ് ടീറക്സ്. ഇവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവർക്ക് നല്ല ശക്തിയുള്ള താടിയെല്ലും വലിയ കൂർത്ത പല്ലുകളും ഉണ്ടായിരുന്നു. മാംസം മാത്രം കഴിച്ചിരുന്ന ഇവർ മറ്റു ഡൈനസോഴ്സിനെ വേട്ടയാടി പിടിച്ച് തിന്നുമായിരുന്നു. അതെന്നേ, ഇനി നമുക്ക് വേറൊരു ഡൈനസോറിനെ പറ്റി കേട്ടാലോ? ഇത് കണ്ടോ? ഇവന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇവനാണ് ട്രൈസറാപ്റ്റോപ്സ്. നോക്കിക്കേ, ഇവന് 3 കൊമ്പുകളുണ്ട്. കൂടാതെ തലയിൽ ഒരു വലിയ കവചം പോലുള്ള ഭാഗവുമുണ്ട്. ഇവൻ കഴിച്ചിരുന്നത് ചെടികളും ഇലകളും ഒക്കെ ആയിരുന്നു. ശത്രുക്കൾ വരുമ്പോൾ ഇവന്റെ കൊമ്പുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുമായിരുന്നു അത്രേ. അടുത്ത ഡൈനസോറാണ് നീണ്ട കഴുത്തുള്ള വളരെ വലിയ ശരീരമുള്ള ബ്രാക്കിയോസാറസ്. അതെന്നേ, ഇവർ കഴിച്ചിരുന്നതും ചെടികളും ഇലകളും ഒക്കെ ആയിരുന്നു. നീണ്ട കഴുത്തുള്ളത് കൊണ്ട് മരങ്ങളുടെ മുകളിലുള്ള ഇലകൾ ഇവർക്ക് കഴിക്കാൻ കഴിയുമായിരുന്നു. അടുത്ത ഡൈനസോറാണ് സ്റ്റെഗോസാറസ്. ഇവനെ നോക്കിക്കേ, ഇവന്റെ പുറത്ത് വലിയ പ്ലേറ്റുകൾ പോലെയുള്ള ഭാഗങ്ങളുണ്ട്. അതുപോലെ ഇവന്റെ വാലിൽ കൂർത്ത മുള്ളുകൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ വരുമ്പോൾ രക്ഷപ്പെടാൻ ഇതൊക്കെ അവരെ സഹായിച്ചിരുന്നു. ചെടികളും ഇലകളുമൊക്കെ ആയിരുന്നു ഇവരുടെ ഭക്ഷണം. അടുത്ത ഡൈനസോറാണ് വെലോസിറാപ്റ്റർ. ഇവൻ ഒരു ചെറിയ ഡൈനോസർ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇവൻ വളരെ സ്പീഡിൽ ഓടാൻ കഴിവുള്ള ഡൈനോസർ ആയിരുന്നു. വെലോസിറാപ്റ്ററിന് കൂർത്ത നഖങ്ങളുണ്ടായിരുന്നു. ഇവന്മാർ മാംസാഹാരികളായിരുന്നു. അടുത്ത ഡൈനോസറാണ് ടെറോസോർ. നോക്കിക്കേ, ഇവന്മാർക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു. ഇവർ പക്ഷികളെ പോലെ ആകാശത്തിലൂടെ പറക്കുമായിരുന്നു. ഇവരെന്താണ് കഴിച്ചിരുന്നത്? ഇവർ കഴിച്ചിരുന്നത് മീനുകളായിരുന്നു. അതേന്നേ, ഇവർ വെള്ളത്തിന് മുകളിലൂടെ പറന്ന് നീളമുള്ള കൊക്ക് പോലുള്ള വായ ഉപയോഗിച്ച് മീനുകളെ പിടിക്കുമായിരുന്നു. ഇനി എങ്ങനെയാണ് ഇത്രയും വലിയ ഡൈനസോറുകൾ ഇല്ലാതായത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ഉൽക്ക നമ്മുടെ ഭൂമിയിൽ പതിച്ചു. അതിൻ്റെ ആഘാതത്തിൽ ഭൂമിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കാലാവസ്ഥ മാറി, അന്തരീക്ഷം മാറി. അങ്ങനെ എല്ലാ ഡൈനസോഴ്സും പതിയെ ഇല്ലാതായി. അപ്പോൾ ഡൈനസോഴ്സിന്റെ ലോകം ഇഷ്ടമായോ? ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.